ഫ്രണ്ട്സ്, നിങ്ങളെപ്പോഴും വീക്കായിട്ടുള്ള, ഭയമുള്ള, എന്തിനോടെങ്കിലും അഡിക്റ്റ് ആയിട്ടുള്ള ഒരു ആവറേജ് മാനായിട്ട് ഇരിക്കണമെന്നാണ് ഈ ലോകവും നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകളും ആഗ്രഹിക്കുന്നത്. ലോകത്തിലെ 95% പുരുഷന്മാരും തങ്ങളുടെ ശക്തിയെ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി വേസ്റ്റ് ചെയ്ത് ശേഷം എന്നെ എന്താണ് ആരും റെസ്പെക്റ്റ് ചെയ്യാത്തത്, എൻ്റെ ലൈഫ് മാത്രം എന്താണ് ഇങ്ങനെ, എനിക്ക് മാത്രം എന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത്, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ആൻഡ് ബാക്കിയുള്ള 5% പുരുഷന്മാർ മാത്രമാണ് ഈ ലോകത്തെ ഭരിക്കുന്നത്. സോ അവരുടെ കൈവശമുള്ള 7 പവർഫുൾ ആയിട്ടുള്ള പ്രിൻസിപ്പിൾസിനെ പറ്റിയാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. ഇത് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്കും ഒരു സ്ട്രോങ് ആൻഡ് പവർഫുൾ മാനായിട്ട് മാറാൻ സാധിക്കും. സോ ലെറ്റ്സ് ബിഗിൻ. നമ്പർ 1, മാസ്റ്ററി ഓവർ ലസ്റ്റ്. ഒരു ആണിൻ്റെ ഏറ്റവും വലിയ വീഴ്ച ആരംഭിക്കുന്നത് അതവന് തൻ്റെ ലസ്റ്റിനെ കൺട്രോൾ ചെയ്യാൻ പറ്റാതെ വരുമ്പോഴാണ്. ഇന്നുള്ള ഈ ഒരു ഡിജിറ്റൽ വേൾഡ് നിങ്ങളെ കൺട്രോളിൽ വെച്ചിരിക്കുന്നു. നിങ്ങൾ എന്ത് കാണണം, എന്ത് കാണരുത് എന്നുള്ള നിങ്ങളുടെ ഹിസ്റ്ററി ലിസ്റ്റ് ഇതൊരു ഡിജിറ്റൽ ട്രാപ്പാണ്. പെണ്ണുങ്ങളുടെ പിന്നാലെ പോകുന്നവനും മൊബൈലിൽ തന്നെ സ്വന്തം ജീവിതം കഴിച്ചു കൂട്ടുന്നവനും ഒരിക്കലും ജീവിതത്തിൽ വിജയിക്കില്ല. 90% ആണുങ്ങളെയും വീക്കാക്കി മാറ്റാൻ ഒരൊറ്റ പെണ്ണ് മതി. ഇതിനായിട്ടുള്ള ഒരുപാടധികം ട്രാപ്പും ഈ ഒരു ലോകം ഇന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 90% ആണുങ്ങളും ഈ ഒരു ട്രാപ്പിൽ പോയി വീഴുന്നവരാണ്. ഇങ്ങനെയുള്ള ആണുങ്ങൾക്ക് 0 വാല്യൂ ആയിരിക്കും സ്ത്രീകൾ നൽകുക. എന്നാൽ ഒരു റിയൽ പവർഫുൾ മാൻ ഒരിക്കലും തൻ്റെ വികാരങ്ങൾക്ക് അടിമപ്പെടില്ല. എപ്പോഴാണോ നിങ്ങൾ ലെസ്റ്റ് എന്ന ട്രാപ്പിൽ അടിമപ്പെടാതെ നിങ്ങളുടെ ഗോൾസിലേക്ക് ഫോക്കസ് ചെയ്യുന്നത്, അപ്പോൾ നിങ്ങൾ അൺസ്റ്റോപ്പബിൾ ആയിട്ട് മാറും. സെമൻ റിട്ടൻഷൻ എന്നുള്ളത് ജസ്റ്റ് ഒരു ലൈഫ് സ്റ്റൈലും മാത്രമല്ല, ഇതാണ് ഒരു ആണിനെ റിയൽ മാൻ ആക്കി മാറ്റുന്നത്. നിങ്ങൾ ഡോപ്പമിൻ ഡീറ്റോക്സ് എടുക്കുമ്പോൾ നിങ്ങളുടെ ബ്രെയിൻ്റെ ഫോക്കസ് 10 മടങ്ങ് വർദ്ധിക്കും. ഫ്രണ്ട്സ്, നിങ്ങളുടെ അഡിക്ഷൻ അല്ല, നിങ്ങളിലെ ഡോമിനൻസ് ആണ് നിങ്ങളെ ഒരു റിയൽ മാൻ ആക്കി മാറ്റുന്നത്. ഫ്രണ്ട്സിനെ, നിങ്ങളും ഇങ്ങനെയുള്ള ട്രാപ്പിൽ പെട്ടുപോയിട്ടുള്ള ഒരാളാണെങ്കിൽ നിങ്ങളിലെ ഓവർ തിങ്കിങ്, ടെൻഷൻ, ലേസിനെസ്, അഡിക്ഷൻസ് ഇതൊക്കെ മാറ്റിയിട്ട് നിങ്ങളുടെ ഒരു ബെസ്റ്റ് വേർഷൻ പുറത്തെടുക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ബട്ട് ഇതിനായിട്ട് നിങ്ങൾക്ക് ഒറ്റയ്ക്ക് സാധിക്കുന്നില്ലെങ്കിൽ അപ്പോൾ നിങ്ങളുടെ ലൈഫിൻ്റെ ആ ഒരു ഗ്രോത്തിനായിട്ട് നിങ്ങൾക്ക് നമ്മളുടെ ലൈഫ് ട്രാൻസ്ഫോർമേഷൻ പ്രോഗ്രാമിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഇവിടെ നിങ്ങളുടെ മെൻ്റൽ ഹെൽത്ത്, ഫിസിക്കൽ ഹെൽത്ത്, ഓവറോൾ പേഴ്സണാലിറ്റി ഇതൊക്കെ ഇമ്പ്രൂവ് ആക്കാനുള്ള ട്രെയിനിങ് നമ്മൾ നിങ്ങൾക്കായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഒരു പേഴ്സണൽ മെൻറ്ററുടെ സപ്പോർട്ടും ഈ ദിവസങ്ങളിൽ നിങ്ങൾക്കായിട്ട് ലഭ്യമായിരിക്കും. സോ എൻ്റെ ലൈഫ് ഇങ്ങനെയൊന്നും പോയാൽ പോരാ, എൻ്റെ ലൈഫിൽ ഒരു ഗ്രോത്ത് വേണം, എനിക്കൊരു റിയൽ മാൻ ആയിട്ട് മാറണമെന്ന് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ ഈ ഒരു നമ്പറിലേക്ക് സപ്പോർട്ട് എന്ന് വാട്സപ്പ് ചെയ്യുക. നമ്മൾ നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. നമ്പർ 2, സ്ട്രാറ്റജിക് സൈലൻസ്. ഒരുപാടധികം സംസാരിക്കാതിരിക്കുക. നിങ്ങളുടെ ആക്ഷൻസ് ആയിരിക്കണം കൂടുതലും സംസാരിക്കേണ്ടത്. നിങ്ങൾ സംസാരിക്കുമ്പോഴൊക്കെ മറ്റുള്ളവർ ക്യൂരിയസ് ആയിട്ട് മാറണം. നിങ്ങളുടെ വാക്കുകൾക്കായിട്ട് അവർ ഈഗറായിട്ട് വെയിറ്റ് ചെയ്യണം. സോ കുറച്ച് മാത്രം സംസാരിക്കുക. നിങ്ങളുടെ പ്രവൃത്തിയിലൂടെ നിങ്ങൾ ആരാണെന്ന് പ്രൂവ് ചെയ്യുക. ഡാർക്ക് ഫോഴ്സ് എഫക്റ്റ് എന്ന കോൺസെപ്റ്റ് പറയുന്നത് രഹസ്യമായി പ്ലാൻ ചെയ്ത് പ്രവർത്തിക്കുന്നവർ മറ്റുള്ളവരെക്കാളും കൂടുതൽ സക്സസ്ഫുൾ ആയിരിക്കും. ആൻഡ് മറ്റുള്ളവർക്ക് ഇവരെ പറ്റി വളരെ കുറച്ച് മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കൂ എന്നുള്ളതാണ്. സോ നിങ്ങളുടെ പ്ലാൻ, നെക്സ്റ്റ് മൂവ് ഇതൊന്നും ആരോടും പറയാതിരിക്കുക. ഇരുട്ടിലേക്ക് മറയുക. നിങ്ങളുടെ വിജയം വെളിച്ചത്തിലേക്ക് വരുമ്പോൾ ഈ ലോകം ആശ്ചര്യപ്പെടണം. ഒരു പവർഫുൾ മാൻ തന്നെ സ്വയം എക്സ്പോസ് ചെയ്യില്ല. അവരുടെ റിസൾട്ടായിരിക്കും അവരാരാണെന്ന് കാണിച്ചു കൊടുക്കുക. സൈലൻസ് എന്നുള്ളത് ഒരു വീക്ക്നെസ് അല്ല, അത് വേട്ടയാടാൻ തയ്യാറെടുത്തിരിക്കുന്ന ഒരു മൃഗത്തിൻ്റെ ഏറ്റവും വലിയ ശക്തിയെ പോലെയാണ്. നമ്പർ 3, ദ റെസോണൻസ് ഓഫ് കമാൻഡ്. ഒരു റിയൽ മാൻ്റെ ഫസ്റ്റ് സൈൻ അവൻ പറയുന്ന വാക്കുകളിലല്ല ഇരിക്കുന്നത്, നേരെ മറിച്ച് ആ വാക്കുകൾ പറയുന്ന രീതിയിലാണ്. സയൻസിൽ വോക്കൽ അതോറിറ്റി എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഉണ്ട്. ഡീപ്പ് ആൻഡ് കാമായിട്ടുള്ള വോയിസുള്ള പുരുഷന്മാരെയാണ് ആളുകൾ ലീഡറായിട്ട് അംഗീകരിക്കുന്നത് എന്നുള്ളതാണ് അബർഡീൻ യൂണിവേഴ്സിറ്റി നടത്തിയ ഒരു റിസർച്ചിൽ കണ്ടെത്താൻ സാധിച്ചത്. നിങ്ങൾ സംസാരിക്കുമ്പോൾ മറ്റുള്ളവർ കൺഫ്യൂസ്ഡ് ആകാൻ പാടില്ല, അവർക്കത് പ്രോപ്പറായി മനസ്സിലാകണം. സോ ധൃതിയിൽ സംസാരിക്കാതെ ശബ്ദത്തെ അടിവയറ്റിൽ നിന്നെടുത്ത് സാവധാനം സംസാരിക്കുക. ഓരോ വാക്കിൻ്റെയും നടുവിൽ ഒരു ചെറിയ പോസ് കൊടുക്കുക. നിങ്ങൾ മൗനമായിരിക്കുമ്പോഴും അധികാരം നിങ്ങളുടെ കൈവശം ഉണ്ടായിരിക്കണം. ഒരു സിംഹത്തിൻ്റെ ഗർജനം പോലെ നിങ്ങളുടെ ശബ്ദത്തിൽ ആ ഒരു ശാന്തതയും ഗാംഭീര്യവും ഉണ്ടായിരിക്കണം. നമ്പർ 4, ദ ഫിനാൻസ് ഫോർട്രസ്. പണം മാത്രമല്ല അധികാരം. എന്നാൽ പണമില്ലാത്തവന് ഈ ലോകത്തിൽ യാതൊരു അധികാരവും ഉണ്ടായിരിക്കില്ല. എക്കണോമിക് സൊവേനിറ്റി കോൺസെപ്റ്റ് അനുസരിച്ച് ഒരു ആൺ തൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി മറ്റുള്ളവരുടെ മുമ്പിൽ കൈനീട്ടാൻ പാടില്ല. ഫ്രണ്ട്സ്, നമ്മുടെ ലൈഫിൻ്റെ ഗ്രോത്തിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ എപ്പോഴും വളരെ ബോറിംഗ് ആയിരിക്കും. സോ ഫ്രീ ടൈമിൽ വെറുതെ ടൈം വേസ്റ്റ് ചെയ്യാതെ പുതിയ സ്കിൽസ് പഠിക്കുക, ലോകത്തെക്കുറിച്ച് മനസ്സിലാക്കുക, ഒരു ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി കൊണ്ടുവരിക.
നിങ്ങൾ ഉറങ്ങുമ്പോഴും പണം നിങ്ങൾക്കായിട്ട് ജോലി ചെയ്യണം. ഫൈനാൻഷ്യൽ ഫ്രീഡം ഇല്ലാത്തവർ എപ്പോഴും മറ്റുള്ളവരുടെ കീഴിലെ അടിമയായിരിക്കും. സോ ഈ ഒരു അടിമത്തം തകർത്ത് പുറത്തു വരിക. വിജയിക്കാൻ പണത്തേക്കാൾ ഇമ്പോർട്ടൻറ്റ് നിങ്ങളുടെ മൈൻഡ് സെറ്റാണ്. നമ്പർ 5, ദ ഫിസിക്കൽ ഫൗണ്ടേഷൻ. ദുർബലമായിട്ടുള്ള ശരീരത്തിൽ ഒരിക്കലും ശക്തമായിട്ടുള്ള ഒരു മനസ്സുണ്ടായിരിക്കില്ല. സ്ട്രെസ്, ഫെയിലിയേഴ്സ് എന്നിങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾ ആദ്യം നിങ്ങളുടെ ബോഡി സെറ്റാക്കുക. വർക്കൗട്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ ബോഡിയിൽ റിലീസാകുന്ന എൻഡോർഫിൻ, ടെസ്റ്റോസ്റ്റെറോൺ ഇതെല്ലാം നിങ്ങളുടെ വിൽ പവറിനെ വർദ്ധിപ്പിക്കും. ലേസിനെസ് ഒരു ട്രാപ്പാണ്. ജിമ്മിലേക്ക് പോകുന്നത് 6 പാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയല്ല, ഇത് നിങ്ങളുടെ ഡിസിപ്ലിൻ ആയിട്ടാണ്. പെയിൻ ആൻഡ് സാക്രിഫൈസ് ഇത് രണ്ടും അനുഭവിക്കാൻ തയ്യാറാവുക. എപ്പോഴാണ് ഒരാൾ തൻ്റെ ബോഡിയെ കീഴ്പ്പെടുത്തുന്നത് അപ്പോൾ മാത്രമേ അയാൾക്ക് ഈ ലോകത്തെയും കീഴ്പ്പെടുത്താൻ സാധിക്കുകയുള്ളൂ. നമ്പർ 6, ദ ഹാബിറ്റ് വാർസ്. സ്മോക്കിംഗ്, ഡ്രിങ്കിങ്, മോശമായിട്ടുള്ള ശീലങ്ങൾ ഇതെല്ലാം ഒരു ആണിൻ്റെ ശക്തിയെ ഇല്ലാതാക്കി അവനെ ദുർബലനാക്കി മാറ്റുന്നു. മോശം ശീലങ്ങൾക്ക് അടിമയായി ദുർബലനായിട്ട് ജീവിക്കുന്നതല്ല യഥാർത്ഥ ജീവിതം. ഇതിനേക്കാളും ഒരു ബെറ്റർ ആയിട്ടുള്ള ജീവിതം നിങ്ങൾക്കുണ്ട്. ആ ജീവിതം നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാളും വളരെ മനോഹരമായിരിക്കും. സ്മോക്ക് ചെയ്യുന്നത്, മദ്യപിക്കുന്നത് ഇതെല്ലാം പൗരുഷത്തിൻ്റെ അടയാളമാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. ഇതിലൂടെ നിങ്ങൾ വീണ്ടും വീണ്ടും വീക്കായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. നിങ്ങളുടെ മൈൻഡ് ആൻഡ് ബോഡിയെ നിങ്ങൾ വേണം കൺട്രോൾ ചെയ്യാൻ. അതൊരിക്കലും ഒരു ബാഡ് ഹാബിറ്റ് ആകരുത്. നിങ്ങളുടെ ഏകാന്തതയിലും നിങ്ങൾക്ക് സന്തോഷവാനായി ഇരിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങളാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ സ്വതന്ത്രനായ മനുഷ്യൻ. ആ സ്വാതന്ത്ര്യമാണ് യഥാർത്ഥ പവർ. നമ്പർ 7, ദ സ്റ്റോയിക് ആർമർ. ഒന്നിലും പതറാത്ത മൈൻഡ് സെറ്റ്. ജീവിതം എപ്പോൾ വേണമെങ്കിലും നിങ്ങളെ താഴത്തേക്ക് കൊണ്ടുപോകാം. ആ ഒരു വീഴ്ചയിൽ നിങ്ങൾ തളർന്നു പോകാൻ പാടില്ല. 10 അടി കയറിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീണ്ടും താഴത്തേക്ക് തന്നെ വീണെന്ന് വരാം. പക്ഷെ ഒരിക്കലും ഗീവ് അപ്പ് ചെയ്യരുത്. ഇമോഷണൽ ഇൻ്റലിജൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റിയാക്ട് ചെയ്യാതെ റെസ്പോണ്ട് ചെയ്യുന്നത് ഒരു ആണിൻ്റെ മെച്യൂരിറ്റിയാണ് ഷോ ചെയ്യുന്നത്. ചുറ്റുമുള്ളവർ നിങ്ങളെ അപമാനിക്കാം, നിങ്ങളെ കൊണ്ട് പറ്റില്ല എന്ന് പറയാം. എന്നാൽ ആ ഒരു കാം മൈൻഡ് സെറ്റ് നിങ്ങൾ ഒരിക്കലും കൈവിടരുത്. എന്ത് സംഭവിച്ചാലും ശരി, അടുത്തത് എനിക്ക് എന്ത് ചെയ്യാൻ സാധിക്കുമെന്ന് ചിന്തിക്കുന്ന നിങ്ങളുടെ ഈ ഒരു മൈൻഡ് സെറ്റ് നിങ്ങളെ ഒരു ഹൈ വാല്യൂ മാൻ ആക്കി കാണിക്കും. എപ്പോഴാണോ നിങ്ങൾ നിങ്ങളുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യുന്നത് അപ്പോൾ മറ്റുള്ളവരുടെ ഇമോഷൻസ് നിങ്ങളെ ബാധിക്കില്ല. സോ ഈ ഒരു നിമിഷം നിങ്ങൾ തീരുമാനിക്കുക, നിങ്ങളുടെ പഴയ വേർഷനെ ഇല്ലാതാക്കി ഇനി മുതൽ ക്രിയേറ്റ് ആകാൻ പോകുന്നത് നിങ്ങളുടെ പുതിയൊരു ഹിസ്റ്ററി ആണെന്ന്. ഈ പറഞ്ഞ 7 കാര്യങ്ങൾ അടുത്ത 30 ദിവസത്തേക്ക് ഒരു ചലഞ്ചായി ഏറ്റെടുത്ത് നിങ്ങൾ ഫോളോ ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. സ്റ്റേ സ്ട്രോങ്, സ്റ്റേ പോസിറ്റീവ്, സ്റ്റേ മോട്ടീവ്.